ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ജിനു പള്ളിപ്പാട്ട്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്നെ കാണാനായിട്ട് വരികയുണ്ടായി. ഒത്തിരി സങ്കടത്തോടും പേടിയോടും കൂടെയാണ് എൻ്റെ അടുത്ത് വരിക. കാരണം ഇത്രയേ ഉള്ളൂ, സ്കൂള് തുറന്നു, 10ാം ക്ലാസ്സും +2 ആരംഭിച്ചു. ഈ കുട്ടി 10ാം ക്ലാസ്സിലാണ്. വല്ലാത്ത പേടിയാണ്, എന്തായി തീരും, 10ാം ക്ലാസ്സിലെ പരീക്ഷ, ദൈവമേ ഞാൻ ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങണം. വല്ലാത്ത പേടി, സ്കൂളിൽ തന്നെ പോകാൻ പേടി. പഠിച്ചാൽ കിട്ടുമോ, മാർക്ക് കിട്ടുമോ, ഞാൻ തോറ്റു പോവോ. ഒത്തിരി സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കണേ. നമ്മുടെ പല കുട്ടികൾക്കും ഉണ്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം കേട്ടോ. അത് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും. ഒത്തിരി പേടിയായിട്ട് സങ്കടപ്പെട്ട് ജീവിക്കുന്നവരോടാണ് ഇന്നെനിക്ക് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി എന്നെ വിളിച്ചിങ്ങനെ സങ്കടപ്പെട്ട് എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. അതുപോലെ തന്നെ അവളോട് ഞാൻ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. അതുപോലെ പല മക്കളും വിളിക്കാറുണ്ട്, അച്ഛൻ +2 ഞാൻ, അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ ഞാൻ OET പഠിക്കാൻ പോവാം, അച്ഛൻ പ്രാർത്ഥിക്കണം. IELTS എഴുതാൻ പോവാം, അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ ജർമ്മൻ കോഴ്സ് ഞാൻ പഠിക്കുക, അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ ഞാൻ വിവാഹം കഴിക്കാൻ പോവാം, എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥനാവശ്യങ്ങളായിട്ട് പലരും വിളിക്കാറുണ്ട്. പേടിയാണ്, പലതിനെയും കുറിച്ച് പേടിയാണ്. എന്തായി തീരും, എങ്ങനെയായി തീരും, എൻ്റെ ജീവിതം എങ്ങനെയായി ആകും, 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ, +2 മാർക്ക് കിട്ടോ, ഞാൻ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുമോ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ, പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ, മറ്റുള്ളവരെന്ത് പറയും, ഞാൻ തോറ്റുപോകോ, പഠിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഒത്തിരി പേടിയായിട്ട് നമ്മുടെ പിള്ളേരിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക. പല ആകുലതകളാണ്. എന്തായി തീരും, എങ്ങനെയായി തീരും. പേടിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്നറിയോ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ഇല്ല. അത് സത്യമല്ലേ? ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കില്ല. കാരണം എന്താ? എന്തിനും പോകുന്നൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെന്നേ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, ദൈവമുണ്ട് കൂട്ടിന്. ആരുപേക്ഷിച്ചാലും ദൈവമുണ്ട് കൂട്ടിന്. ആര് തള്ളിക്കളഞ്ഞാലും ദൈവമുണ്ട് കൂട്ടിന്. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ. എൻ്റെ അടുത്ത് വന്ന ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു കൊടുത്ത ഒറ്റ കാര്യം ഇതുള്ളൂ. എന്നോട് OET പരീക്ഷയ്ക്ക് വേണ്ടി IELTS പരീക്ഷ എഴുതാൻ പോകുമ്പോഴൊക്കെ പല മക്കളും പറയും, അച്ഛൻ പ്രാർത്ഥിക്കണം, മാർക്ക് കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിക്കണം, പരീക്ഷയ്ക്ക് നല്ല വിജയശതമാനം ഉണ്ടാകാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. ഇതിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവം കൂടെ ഉണ്ടാവട്ടെ. എന്നിട്ട് 2-3 വചനങ്ങൾ പറഞ്ഞു കൊടുക്കും, ഒരു 3 വചനം പറഞ്ഞു കൊടുക്കും. ആ വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ജീവിതത്തിൻ്റെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ എന്തായി തീരും, എങ്ങനെയായി തീരും എന്നെൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ 3 വചനങ്ങൾ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ 3 വചനങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. എത്ര ജീവിതത്തിൻ്റെ പേടിയാണെങ്കിലും അത് അകന്നു പോകാൻ നമ്മൾ ഈ വചനങ്ങൾ സഹായിക്കും. ഈ 3 വചനങ്ങൾ സഹായിക്കും. ജീവിതത്തിൽ പലതിനെയും കുറിച്ച് പേടിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? പലതിനെയും കുറിച്ച് പേടിയുണ്ട്. പരീക്ഷയെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെ ഓർത്ത്, ബിസിനസ്സിനെ ഓർത്ത്, എൻ്റെ ജീവിതം എങ്ങനെയായി തീരും എന്നതിന് പേടിയാണ്. പലതിനെയും കുറിച്ച് പേടിയാണ്. എല്ലാത്തിനുള്ള ഒറ്റ ഉത്തരവുള്ളൂ, ദൈവമുണ്ട്. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ദൈവത്തെ കൂട്ടുപിടിക്കുക. ജീവിതത്തിൻ്റെ ഏത് ക്ലേശങ്ങളിലും എന്നെ താങ്ങുന്നൊരു ദൈവമുണ്ടെന്നും എനിക്ക് തണലായിട്ടൊരു ദൈവമുണ്ടെന്നും എന്തിനും പോകുന്നൊരു ദൈവമുണ്ടെന്നും സർവശക്തനായൊരു ദൈവമുണ്ടെന്നും വിശ്വസിക്കുക. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുക, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ഇല്ലെന്നേ. എന്തിനാ പേടിക്കണേ? കാരണം അവൻ നോക്കിക്കൊള്ളൂല്ലേ. ജീവിതത്തിൻ്റെ ഏത് ക്ലേശങ്ങളിൽ ചിന്തിക്കുക, അവൻ നോക്കിക്കൊള്ളും എന്നെ. ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പിള്ളേർ വളർത്തിയെടുക്കണമെന്നറിയോ? ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ആ ദൈവം നമ്മളെ നോക്കുന്നുള്ള തിരിച്ചറിവോടുകൂടെ ജീവിക്കാനായിട്ട് നോക്കുക. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റത്തുള്ളൂ. പഴയ നിയമത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നില്ലേ? ഇസ്രായേൽ ജനത്തെ കൊണ്ട് മോശ പോവുക. നമുക്കറിയാം, കടലിൻ്റെ മുമ്പിൽ നിൽക്കുക, ചെങ്കടൽ മുമ്പിൽ നിൽക്കുന്നു, പിന്നിൽ ആർത്തിരമ്പുന്ന സൈന്യം കടന്നു വരിക, മുമ്പിൽ ഒരു നല്ല കടൽ. എന്തായി തീരും, എങ്ങനെയായി തീരും അറിയാൻ പാടില്ല. ഒരു വലിയ ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആർത്തിരമ്പുന്ന കടലിനെ കണ്ടിട്ട് തങ്ങളെ കൊല്ലാനായിട്ട് കടന്നു വരുന്ന ഈജിപ്ഷ്യൻ സൈന്യത്തെ കണ്ടിട്ട് ഇസ്രായേൽ ജനം പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നൊരവസ്ഥയിൽ മോശ പറഞ്ഞു വെച്ച് വളരെ സുന്ദരമായൊരു വചനമുണ്ട്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുന്നു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുന്നു. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു തമ്പുരാനുണ്ട്.
എൻ്റെ ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിലും ചിന്തിക്കുക, ഏത് പ്രതിസന്ധിയിലും ചിന്തിക്കുക, ഏത് വേദനയിലും ചിന്തിക്കുക, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു തമ്പുരാൻ കൂടെയുണ്ടെന്ന് ഓർത്തോക്കെ. ഈ ബൈബിളൊക്കെ ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കണം, നല്ലതാ. ഇസ്രായേൽ ജനത്തിൻ്റെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൊക്കെ കാവലായി, കരുതലായി തമ്പുരാൻ കടന്നു വന്നിട്ടുണ്ട് അല്ലേ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ജീവിതത്തിൻ്റെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ കരുതലായി, കാവലായി ഒരു തമ്പുരാൻ കൂടെയുണ്ട്. തണലേകുന്നൊരു തമ്പുരാൻ കൂടെയുണ്ട്. അതുകൊണ്ട് വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണം. പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകണോ? ധൈര്യമായിട്ട് പൊക്കോ. ദൈവം ഉണ്ടെന്നേ കൂട്ടിന്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ദൈവം ഉണ്ടെന്നേ കൂട്ടിന്. ദൈവത്തിൽ ആശ്രയിക്കുക. എൻ്റെ ദൈവം നോക്കിക്കോളും. ജീവിതത്തിൻ്റെ ഏത് ക്ലേശങ്ങളിലും ചിന്തിക്കുക, എൻ്റെ ദൈവം എന്നെ നോക്കിക്കോളും. അതുകൊണ്ട് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, എനിക്ക് താങ്ങായി ഒരു ദൈവമുണ്ട്. എന്തിനും പോകുന്നൊരു ദൈവം. ഞാൻ അങ്ങനെ പറയുള്ളൂ, എന്തിനും പോകുന്നൊരു ദൈവം, സർവ്വശക്തനായൊരു ദൈവം, ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ശക്തിയുള്ളൊരു ദൈവം അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ എടുത്ത് നോക്കി, നമ്മുടെ കുടുംബത്തിലെ ചില അനുഭവങ്ങൾ എടുത്ത് നോക്കി. എല്ലാവരും പറഞ്ഞു ഇത് രക്ഷപ്പെടില്ല, പക്ഷെ ദൈവം രക്ഷപ്പെടുത്തിയിട്ടില്ലേ? എല്ലാവരും പറഞ്ഞു തോറ്റുപോകും, പക്ഷെ ദൈവം തോൽപ്പിക്കാതെ രക്ഷിച്ചിട്ടില്ലേ? നാളിതുവരെ നോക്കിയ ദൈവം ഇനിയുള്ള ജീവിതത്തിലും നോക്കുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ചോക്കെ പേടി കടന്നു പോകും. അതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, പഠിക്കാൻ പേടിയുള്ള മക്കളോടും ബിസിനസ്സിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒത്തിരി പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളുമായിട്ട് ബിസിനസ്സിൽ ഇറങ്ങാതെ സങ്കടപ്പെട്ടിരിക്കുന്നവരോടും, ജോലിയിലെ വേദനകളുമായിട്ട് ജീവിക്കുന്നവരോടും, OET, IELTS, PSC ടെസ്റ്റുകൾക്ക് എഴുതുന്നവരോടും, ജർമ്മൻ കോഴ്സ് പഠിക്കുന്നവരോടും, വിദേശത്ത് പോകാൻ പേടിയുള്ളവരോടും ഒക്കെ എനിക്ക് പറയാനുള്ള കാര്യം അറിയോ? എന്തിനും പോകുന്നൊരു ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. എനിക്ക് അവരോട് പറയാനുള്ളൊരു വചനമുണ്ട്. സെഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. വളരെ സുന്ദരമായൊരു വചന. ആ വചനം പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ജീവിതത്തിലെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഏറി വരുമ്പോൾ ഈ വചനം നമുക്ക് ഒത്തിരിയേറെ താങ്ങാകും, തണലാകും. ആ വചനം ഇങ്ങനെയാണ്: നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട്. ഒന്നുകൂടി പറയാം, നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട്. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ജീവിതത്തിലെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ പറയുമ്പോൾ എൻ്റെ മധ്യത്തിലൊരു ദൈവമുണ്ട്. ജീവിതത്തിൽ ദുരാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് വിജയം നൽകുന്നൊരു ദൈവമുണ്ട്. ആ വചനം വിശ്വസിക്കണം. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. പേടിപ്പെടുത്തുന്നു, അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി പേടിക്കുക, ഞാൻ പഠിക്കാൻ പോകണില്ല, എങ്ങനെ മുന്നോട്ട് പോകും? ജീവിക്കണ്ടേ? ജീവിതത്തിലെ പേടി ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോഴൊക്കെ ചിന്തിക്കുക, എനിക്കൊരു ദൈവം ഉണ്ടെന്ന്. അവിടെയാണ് ജീവിതത്തിൻ്റെ ഏത് ക്ലേശങ്ങളിൽ ചിന്തിക്കണ്ടേ. നമ്മൾ ഓർത്തേക്ക് നമ്മൾ ബൈബിളിൽ കണ്ടുപെട്ടുന്ന വേറൊരു സുന്ദരമായ അനുഭവമുണ്ട്. എന്താണ്? ഈ ശിഷ്യന്മാരും ഈശോയും കൂടി കടലിലൂടെ സഞ്ചരിക്കുക, കടൽ ശോഭിക്കുക. നമുക്കറിയാം, ആർത്തിരമുന്ന കടൽ തിര ഈ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ വിചാരിച്ചു ഞങ്ങൾ മരിക്കാൻ പോവാ. അവർ ശിഷ്യന്മാരെന്താ ചെയ്തേ? കർത്താവെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുക. കർത്താവ് എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, എനിക്ക് കാവലാകുന്നൊരു ദൈവമുണ്ട്, എന്നെ കാക്കുന്നൊരു ദൈവമുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരും. ഒത്തിരി ദുരാനുഭവങ്ങളുണ്ടാവും, ഒത്തിരി വേദനകളുണ്ടാവും. ആരൊക്കെ ഉപേക്ഷിച്ചാൽ എൻ്റെ തമ്പുരാൻ ഉപേക്ഷിക്കില്ല, അവൻ എനിക്ക് വിജയം നൽകും എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കാൻ പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷവും അനുഗ്രഹങ്ങളും ഉണ്ടാകുക. ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കില്ലടോ, സത്യത. അത് ജീവിതത്തിൽ ഉറപ്പിച്ചോ. ദൈവം കൂടെയുള്ള മനുഷ്യനെ പേടിക്കാൻ പറ്റില്ല, കാരണം അവൻ നോക്കിക്കൊള്ളുന്നേ. ഞാനൊക്കെ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൻ്റെ ഏത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ചിന്തിക്കും, ദൈവമുണ്ട്, ദൈവം നോക്കും, ദൈവം താങ്ങിക്കോളും, ദൈവം രക്ഷിച്ചോളും. പിന്നെ എന്തിനാ ഒത്തിരിയേറെ ആകുലതകളൊന്നും വേണ്ട. ദൈവം നോക്കുക. അവനിൽ ശരണം വെക്കി, അവൻ്റെ മുമ്പിൽ ഇരിക്കി, അവനോട് പറ. ജീവിതത്തിലെ ഈ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അച്ഛൻ പറയുന്ന ഈ വചനം, ഒരു വചനം അതാ, സെഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. പേടിപ്പെടുത്തുന്ന മക്കൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അതുപോലൊരു വചനം നിങ്ങൾക്ക് വേറെ തരാം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. വളരെ സുന്ദരമായൊരു വചന. അച്ഛൻ ധ്യാന പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നൊരു വചന. ആ വചനം എങ്ങനെയാണ്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ചിലപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നെ പറ്റിക്കോ? പേടിയാണ്. എപ്പോഴും ചിന്തിക്കുക, മനുഷ്യരുടെ മുമ്പിൽ നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ദൈവത്തെ നീ കൂട്ടുപിടിച്ചിട്ട് വേണം പോകാൻ. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വർദ്ധിക്കുമ്പോൾ ഈ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് വേണം പോകാൻ. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ആരും എതിര് നിൽക്കാൻ പറ്റില്ല. ദൈവം കൂടെയുള്ള മനുഷ്യനെ ഒരാൾക്ക് തൊടാൻ പറ്റണോ? ഇല്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ ഇങ്ങനെ പെരുകുമ്പോൾ ചിന്തിക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ദൈവം കൂടെയുള്ള മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റില്ല.
അത് സത്യ. അവൻ പതിയെ പതിയെ കയറിപ്പോരും. അവൻ പതിയെ പതിയെ രക്ഷപ്പെടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ പതിയെ പതിയെ രക്ഷപ്പെട്ടു വരും. എത്ര ക്ലേശങ്ങളുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ പിടിച്ച് കയറി പോരും. എങ്ങനെയാണെങ്കിലും പോരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഭയങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓർക്കുക, എൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത്, അച്ഛാ 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ് അച്ഛൻ, എനിക്ക് പേടിയച്ചാ, ഞാൻ തോക്കുമെന്ന് പേടിയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ എല്ലാ ദിവസവും ഈ വചനം എഴുതി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ അന്ന് എഴുതി കൊടുത്തൊരു വചനം ഇത്, സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനവും, അതുപോലെ തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനവും, അതുപോലെ ഒരു വചനം കൂടി ഞാൻ ആ കൊച്ചിന് കൊടുത്തു. ആ വചനം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനം. അത് കൃത്യമായിട്ട് വളരെ സുന്ദരമായൊരു വചനം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആ കുട്ടി 10ാം ക്ലാസ്സിലെ പരീക്ഷ നല്ല മാർക്കോട് കൂടിയ പാസ്സായിട്ടോ. സത്യം, അവൾ എല്ലാ ദിവസവും പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അവൾ ഈ വചനം എഴുതും. ഈ 3 വചനം എഴുതും. പേടി പോകുന്നത് വരെ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക. എന്നിട്ട് അവൾ പറയും, അച്ഛാ ഞാൻ എപ്പോഴും എന്നോട് പറയുന്നു, എൻ്റെ ദൈവമുണ്ട് കൂട്ടിന്, എൻ്റെ ദൈവമുണ്ട് കൂട്ടിന്, ദൈവം നോക്കിക്കോളും. തുടക്കത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. പക്ഷേ പരീക്ഷയുടെ അടുത്തപ്പോഴേക്കും നല്ല മാർക്ക് കിട്ടി അവൾക്ക്. നല്ല മാർക്ക്, നല്ല വിജയ ശതമാനം ഉണ്ട് അവൾക്ക്. ഫുൾ A+. സത്യം പറഞ്ഞേ, കഴിഞ്ഞ വർഷം ഞാൻ കൊടുത്തൊരു വചനം അത് എഴുതി വെച്ചേക്കാം. അപ്പോൾ ഈ പ്രാവശ്യം ഈ കുട്ടികൾ പലരും സ്കൂൾ തുടങ്ങിയപ്പോൾ തൊട്ട് 10ാം ക്ലാസ്സും +2 ഒക്കെ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ OET പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പറയാം, അച്ഛൻ പേടിയാ അച്ഛൻ ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കും. അപ്പം എനിക്ക് തോന്നി ഈ 3 വചനങ്ങളൊന്ന് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ പേടി കൂടി വരുമ്പോൾ, ഭയങ്ങൾ വർദ്ധിക്കുമ്പോൾ, എന്തിനെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ ഈ 3 വചനങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. 3 വചനങ്ങൾ അച്ഛനും ഒന്നുകൂടി പറയാം. സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. 2-ാമത്തെ തിരുവചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? 3-ാമത്തെ വചനം പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ജീവിതത്തിൽ ഒത്തിരി പേടിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ, അല്ലേ? എപ്പോഴും ചിന്തിക്കുക, ദൈവമുണ്ട് കൂട്ടിന്. ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കില്ല. കാരണം എന്താ? അവൻ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്, എന്തിനും പോകുന്നൊരു ദൈവത്തിൽ, സർവശക്തനായൊരു ദൈവത്തിൽ. നമ്മൾ പ്രാർത്ഥിക്കുന്ന കല്ലിനോടോ മണ്ണിനോടോ ഒന്നും അല്ല കേട്ടാ, ജീവിക്കുന്ന ദൈവത്തോടാ. ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തോട്. എത്രയോ മക്കൾ, പഠനത്തിൽ പിന്നോട്ട് നിന്ന മക്കൾ, ബുദ്ധിമുട്ടുള്ള മക്കൾ, പലവിധ സങ്കടങ്ങളായിട്ട് ജീവിച്ച മക്കൾ കരകയറി പോന്നിട്ടുണ്ട്. അവരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. എൻ്റെ അടുത്ത് തന്നെ എത്രയോ മക്കൾ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്താന്നറിയോ വചനം. ഇത് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്ക് മാത്രമൊന്നുമല്ല, ജീവിതത്തിലെ ഏത് പേടി അനുഭവങ്ങളിലൂടെ ജീവിക്കുന്നവർക്ക്. ഇപ്പോൾ ജോലി ഓർത്ത് പേടിക്കുന്നവരോട്, വിസയുടെ തടസ്സങ്ങളെ ഓർത്ത് വിദേശത്ത് പോകാൻ പേടിക്കുന്ന മക്കളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിറക്കം വിളിച്ചിട്ട് പറയാം, അച്ഛാ 26 വയസ്സായി, വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ്, പക്ഷെ പേടിയാ, എന്തായി തീരും അറിയാൻ പാടില്ല. ഞാൻ പറയാം, ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക, അപ്പം പേടിയൊക്കെ പോവും. ഈ 3 വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ. ജീവിതത്തിലെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ടെന്ന് ചിന്തിക്കുക. ചില മനുഷ്യരൊക്കെ കണ്ടിട്ടില്ലേ, ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവൻ്റെ വിശ്വാസം ദൈവത്തിൽ മാത്രമാണ്. അവരങ്ങനെ ജീവിക്കും, എന്തിനും ഏതൊരവസ്ഥയിൽ അവർ ജീവിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടെ ജീവിക്കുക. പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ ചിന്തിക്കുക, എന്തിനും പോകുന്നൊരു ദൈവം, സർവശക്തനായ ദൈവം, ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ശക്തിയുള്ളൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ചിന്തിക്കുക. മനുഷ്യനൊക്കെ പല കാര്യങ്ങളും അസാധ്യമാണ്, പക്ഷേ ദൈവത്തിന് എല്ലാം അസാധ്യമാടവേ. വചനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നേ, മനുഷ്യന് പല കാര്യങ്ങളും അസാധ്യമാണ്, പക്ഷേ ദൈവത്തിന് പല കാര്യങ്ങളും സാധ്യമാണ്. എല്ലാ കാര്യങ്ങളും സാധ്യമാണ്, പല കാര്യങ്ങളില്ല, എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവനാണോ നീ? ഈ 3 വചനങ്ങൾ ജീവിതത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരി അഭിഷേകവും അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടും. ഒത്തിരി മക്കൾക്ക് ഞാൻ എഴുതി കൊടുത്തൊരു വചനം ഇത്. എൻ്റെ അടുത്ത് പല മക്കളും വരാറുണ്ട്, അവർക്കൊക്കെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. ഈ 3 വചനങ്ങൾ ഞാൻ എഴുതി കൊടുക്കും. ഇത് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, പേടിയാണെന്ന് പറയരുത്. എപ്പോഴും പറയുക, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. പേടിപ്പെടുത്തുന്ന അനുഭവം വരുമ്പോൾ പറയുക, ദൈവമുണ്ട്, അത് മതി. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ പരിശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, പേടിക്കുന്നവരാണെങ്കിൽ പഠനത്തെ ഓർത്ത്
പരീക്ഷയെ ഓർത്ത്, ജോലിയെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത് പേടിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവരൊന്ന് കാണട്ടെ, ദൈവത്തിലേക്ക് തിരിയട്ടെ, ദൈവത്തോട് ചേർന്നിരിക്കട്ടെ. ഒത്തിരി ദൈവാനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പല മക്കളും വിളിച്ച് പറയാറുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ, ഉറപ്പാണത്. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. പലരുടെ പേര് ചോദിക്കും ഞാൻ എന്നെ വിളിക്കുമ്പോൾ, ആ പേര് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ എന്നെ താങ്ങുന്നൊരു ദൈവമുണ്ടെന്നും, എനിക്ക് കരുത്തായിട്ടൊരു ദൈവമുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എപ്പോഴും ചിന്തിക്കുക, ദൈവമുണ്ട് എൻ്റെ കൂട്ടിന്. ഏത് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിലും അവൻ എൻ്റെ താങ്ങായിട്ട് കടന്നു വരും, തണലായിട്ട് കടന്നു വരും. എത്ര പ്രശ്നമുണ്ടെങ്കിലും ചിന്തിക്കുക, അവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല, അവൻ എന്നെ താങ്ങിക്കൊള്ളും കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, എൻ്റെ കൂടെ ദൈവമുണ്ട്. ഒത്തിരി പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ചങ്കിലിങ്ങനെ കൈവച്ചിട്ട് പറയണം, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, ഈശോയെ എൻ്റെ കൂടെ ഉണ്ടാവണേന്ന്. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ.